ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള കാബേജിൻ്റെ ഒരു 1/4 ഭാഗം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് കാബേജ് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് സബോളയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സബോള കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചതും ഇതുപോലൊരു സ്പൂണിൽ 1/4 ഭാഗത്തോളം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത റവയാണ്. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിലേ ഈ ഒരു പലഹാരം കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, എന്നാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും, 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ കൈകൊണ്ട് ആദ്യം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്, നല്ലപോലെ ടൈറ്റ് ആവുകയും ചെയ്യരുത്. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു മുട്ടയുടെ നനവ് വെച്ച് മാത്രം തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും, അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അളവിനേക്കാളും കുറച്ച് കുറവായിട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതിൻ്റെയും കൂടെ പകുതിയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തതിൻ്റെ പരുവം കാണിച്ചു തരാം. നമുക്കിതുപോലെ പിടിക്കാനൊക്കെ ആയിട്ട് കിട്ടണം, അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. അതായത് മാവ് നമുക്ക് ഏത് ഷേപ്പിലാണോ റെഡിയാക്കി എടുക്കേണ്ടത് അതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവമാണ് കറക്റ്റ് പരുവം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു പാൻ മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതായത് ഈ ഒരു പാനിൻ്റെ കറക്റ്റ് ഷേപ്പിലാക്കി കൊടുക്കണം. എണ്ണ ഒരുപാട് ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ചിലവും ഇല്ല. ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മാവ് മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ വെന്ത് കിട്ടി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം 5-6 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വേവാനുള്ള സമയമായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തോന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നനച്ചിട്ട് അതിൻ്റെ ബാക്ക് വശം കുത്തി കൊടുത്താലും മതി. അപ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള പീസ് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.